ഒരു ശവക്കോട്ട തുറന്നപ്പോൾ കണ്ട വളരെ വിചിത്രമായ ചില കാഴ്ചകളാണ് കേട്ടോ ഇത്. നമസ്കാരം, GNF എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം. ഈ കാണുന്ന ശവക്കോട്ടയാണ് കേട്ടോ. ശവക്കോട്ടയിൽ നമ്മൾ വേറൊരു പുതിയ ബോഡി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു അമ്മച്ചിയുടെ ബോഡി വയ്ക്കാൻ പോകുന്നത്. പക്ഷേ ഞങ്ങൾ തുറന്നപ്പോൾ ഇതിനകത്ത് കണ്ട കുറേ കാഴ്ചകളുണ്ട്. അത് നോർമലി നല്ലൊരു ശതമാനം ആൾക്കാരും ക്യൂരിയോസിറ്റി ഉണ്ട് എങ്ങനെയാണ് ഇതെന്നുള്ളതിനെ കുറിച്ചിട്ട്. നോർമലി ബോഡി ചേഞ്ച് ചെയ്യും, പക്ഷേ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണിക്കാം. പാട്ടുകാരൻ ഇപ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട്: 7 വട്ടം ഏറെയായാൽ 80 മാത്രം. ഒരു മനുഷ്യായുസിൻ്റെ ശരാശരി കണക്കാണ് പറയുന്നത്. അപ്പോൾ എത്ര വലിയവനും എത്ര ചെറിയവനും ഇങ്ങോട്ട് വന്ന് ചേരാനുള്ളതേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരിക്കൽ പോകേണ്ട ഒരു ഇടമാണിത്. ഒരു ഡെഡ് ബോഡി വെച്ച ശവക്കല്ലറ എത്ര പേര് തുറന്നു നോക്കിയിട്ടുണ്ട്? 10-ൽ 9 പേരും സാധ്യതയില്ലാത്തൊരു കാര്യമാണത്. അല്ലെങ്കിലും ചത്തവരെ തിരയാൻ പോകുന്നതിൻ്റെ ആവശ്യം എന്താണല്ലേ? എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അഴുകിച്ചേർന്ന നശിച്ച് മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ഒരു ബോഡി ആർക്കും താല്പര്യമില്ലാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മളെല്ലാവരും തിരിച്ചറിയണം മണ്ണാകുന്ന മനുഷ്യൻ്റെ ദയനീയമായ അവസ്ഥ. നമുക്കാർക്കും യാതൊരു രീതിയിലും നെഗളിക്കാനോ അഹങ്കരിക്കാനോ യാതൊരുവിധ അവകാശവും ഈ ഭൂമിയിലില്ല. മറ്റൊന്നുകൊണ്ടല്ല, ഏത് നിമിഷവും നിലച്ചു പോകാവുന്ന ശ്വാസത്തിന് ഉടമകളാണ് നമ്മളെല്ലാവരും. പക്ഷേ എങ്കിലും ദേഷ്യവും വാശിയും വൈരാഗ്യമൊക്കെ വെച്ച് നമ്മളങ്ങനെ ഓരോ ദിവസവും തള്ളി നിൽക്കും. ഇതിനിടയിൽ എപ്പോഴോ പിടികൂടുന്ന മരണം ഒരുപക്ഷെ നമ്മളെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ആയിരിക്കാം. എല്ലാം തകർത്ത് കളയും. ഈ ജീവിതത്തിൽ നമ്മൾ വല്ലതും നേടുന്നുണ്ടോ? അതൊട്ട് ഇല്ലാതാനും എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോകുന്ന ഒരു മായയായ ജീവിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ ചുമ്മാ അങ്ങ് സഞ്ചരിക്കുകയാണ് പലപ്പോഴും. ശവക്കല്ലറിലെ കാടൊക്കെ വെട്ടി തെളിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ സെമിട്രി തുറന്നപ്പോൾ കണ്ട കാഴ്ച ഏറെ ചിന്തിപ്പിച്ചു. മറ്റൊന്നുമല്ല, വെറും പൊടിയായി തീർന്നു എല്ലാം. പിന്നെ അല്പം ഉറപ്പോടെ നോക്കിയത് പല്ലും തലയോടും മാത്രമാണ്. ബാക്കിയെല്ലാം ചെറുജീവികൾ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ എല്ലാം. നിങ്ങൾക്കൊരു പക്ഷേ തോന്നുന്നുണ്ടായിരിക്കാം എന്താണ് കോലുകൊണ്ട് കാണിക്കുന്നത് എന്നുള്ളത്. അടുത്ത പെട്ടി വയ്ക്കുമ്പോൾ കാണുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നരുത്. പിന്നീട് അത് അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളാരും ചിന്തിക്കുന്ന കാര്യം പോലുമല്ല. ആ ചിന്തയിലൂടെ നിങ്ങളെ ഒന്ന് സ്പർശിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അല്പസമയം അപ്സെറ്റ് ആവുന്നത് നല്ലതാണ്. ഞങ്ങളങ്ങനെ എല്ലാം ഒതുക്കി വന്നതിന് ശേഷം പിന്നീട് ഒതുങ്ങാത്തൊരു കാര്യമുണ്ടായിരുന്നു. തലയോട് അതുമാത്രം ഒതുങ്ങാതെ അവിടെ അങ്ങ് കിടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ തുറിച്ചു നോക്കി എന്തൊക്കെയോ പറയാൻ ഭാവിക്കുന്ന പോലെ. ഒരു കണക്കിന് വെറുതെ കവിതാത്മകമായി അങ്ങ് പറഞ്ഞു പോയാൽ പ്രത്യേകിച്ച് അതിൽ കൂടുതലൊന്നുമില്ല. ആ തലയോട് എന്നെ നോക്കി ചിരിക്കുന്ന പോലെ എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നി. ഒരുപക്ഷെ ജീവിതത്തിൽ ചിരിക്കാൻ മറന്നുപോയ ഒരു മനുഷ്യനായിരുന്നിരിക്കാം. നമ്മൾ ആർക്കൊക്കെ എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മളെ ആർക്കും ആവശ്യമില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ചിരി വന്നു. മനുഷ്യൻ്റെ ജീവിതം എത്ര മായയാണല്ലേ. ഇവിടെ കിടക്കുന്ന ശവം തിന്നു തീർത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് സൂക്ഷ്മജീവികളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനോടൊപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്ന ഒരു സാധാരണ ഒരു പാറ്റയുണ്ടല്ലോ, ഒരു ചുമപ്പ് കളറുള്ള പാറ്റ, അതായിരിക്കുന്ന കണ്ടാശാൻ. അവനാണ് അവിടുത്തെയും പ്രധാന വില്ലൻ. ക്ഷമിക്കണം, നമ്മുടെയൊക്കെ വീടുകളിലെ വില്ലനും ഇങ്ങനെയുള്ള ഏരിയകളിലെ പ്രധാന ആകർഷണവുമാണ് ഇവർ അങ്ങിങ്ങായി കുറേ കോളനി പണിതിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. 100 കണക്കിന് പാറ്റകൾ അങ്ങിങ്ങായി കോളനി പണിതിരിപ്പാണ്, അടുത്ത ഡെഡ് ബോഡിയും കാത്ത്. ഇപ്പോൾ കാണിക്കാൻ പോകുന്ന 4 മുക്കിലും അവർക്ക് ന്യായമായ കോളനിയുണ്ട്. ശ്രദ്ധിച്ചോണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ക്യാമറ നീക്കി കഴിഞ്ഞപ്പോൾ കണ്ടില്ല, അവിടെ ഇവിടെ ഉണ്ട്. അവിടെ അങ്ങനെ അങ്ങിങ്ങായിട്ടെല്ലാം മെഴുത്തിലുണ്ട നല്ല സുന്ദര കുട്ടപ്പൻ പാറ്റകൾ കാത്തിരിപ്പാണ്. ഇങ്ങനെയുള്ള ഒരു ശരിയിലേക്ക് ഒരാളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ അവസാനത്തെ പണി എന്നുള്ള രീതിയിൽ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി പേപ്പർ നികത്തി വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത പെട്ടി താഴേക്ക് ഇറക്കി വെക്കണം. അതിനി അല്പസമയം കൂടി കാത്തിരിക്കണം. ഒരു വലിയ ജനാവലി വരുന്നുണ്ട്, ഒരു മരിച്ച മനുഷ്യൻ്റെ ശരീരവുമായിട്ട്. ആ തലയോട് എന്നോട് എന്തോ പറയാൻ ഭാവിച്ചതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അത് എന്നോട് മാത്രമായിട്ടല്ല, നമ്മളോട് എല്ലാവരോടും കൂടിയാണ്. ഇന്ന് ഞാൻ, നാളെ നീ. നമ്മളെപ്പോഴും കൊളക്കലായിട്ടൊരു കാര്യം പറയും, 6 അടി മണ്ണെപ്പോഴും ഒരു മനുഷ്യന് അവസാനമായിട്ടുള്ളൂ എന്ന്. പക്ഷേ അതും തെറ്റാണ്. 6 അടി മണ്ണ് പോലും അവന് സ്വന്തമല്ല. കണ്ടില്ലേ, ആ മണ്ണ് വരെ അവനെ പറ്റിച്ചു. അവൻ ആ മണ്ണിലില്ലാതായി തീർന്നു. വെറും നാമാവശേഷം മാത്രം. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ശവക്കല്ലറ തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ആ കാഴ്ചകൾ എന്നാണ് ഞാൻ നിങ്ങളെ കൂടി ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കാണുമ്പോഴേക്കും